ഹലോ, ഇന്ന് നമ്മൾ ചെറിയൊരു സദ്യ ഉണ്ടാക്കി. സദ്യയിലേക്ക് ആദ്യം നമ്മൾ രസമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ രസത്തിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ പുളിവെള്ളത്തിൽ കലക്കി അത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് കടുക് താളിച്ചു. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രസം ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ മത്തങ്ങ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. മത്തങ്ങ തേങ്ങ അരച്ചിട്ടുള്ളത്, വൻപയർ ഇല്ലാത്ത കറിയാണ്. അപ്പോൾ മത്തങ്ങ ഉപ്പും മഞ്ഞളും ഇട്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുത്തു. നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങയും ജീരകവും അരച്ച് ചേർത്തു. പിന്നെ അത് കടുക് താളിക്കുകയും ചെയ്തു. പിന്നെ ഉണ്ടായിരുന്നത് പുളിഞ്ചിയാണ്. അപ്പോൾ നമുക്ക് പുളിഞ്ചിയുടെ ഓർഡർ ഉണ്ടായിരുന്നതുകൊണ്ട് 2 ദിവസം മുന്നേ നമ്മൾ പുളിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഞാൻ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുളിഞ്ചി ഓൾറെഡി സെറ്റാണ്. പിന്നെ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറാണ്. പിന്നെ പച്ചക്കായും പച്ചപ്പയറും കൂടെ ഒരു ഉലർത്തുണ്ടായിരുന്നു, ഉപ്പേരി എന്ന് പറയും ഞങ്ങൾ. ഇത് പിന്നെ കടലയും ഉരുളക്കിഴങ്ങും കൂടെ ഒരു കൂട്ടുകറി, പിന്നെ അവിയൽ, അതുപോലെ കുറുക്ക് കാളൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതൊന്നും ഇടുന്നില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ സദ്യക്ക് ഉണ്ടായിരുന്നത്. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, കൊണ്ടാട്ടമുളക് വറുത്തതും ഉണ്ടായിരുന്നു. പിന്നെ പായസം നമ്മൾ പായസക്കലവറിയിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. പരിപ്പ് പായസം ഉണ്ടായിരുന്നു, അതുപോലെ അടപ്രഥമനും ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറിന് പകരം കടുമാങ്ങയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സദ്യയുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.